അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈമൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അന്ന് ഞാൻ ബിരിയാണി അല്ലൻ്റെ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിനടുത്ത് തന്നെ ഉണ്ട് തുവര. തുവര എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. പണ്ടൊക്കെ പറമ്പുകളിൽ ഇങ്ങനെ വേണ്ടാണ്ട് ഇങ്ങനെ കാണും. അന്നൊന്നും നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല അതിൽ. ഇപ്പം നമ്മളത് പൈസ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട ഒരവസ്ഥയില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഇവിടുത്തെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുവര കാണുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കുറച്ച് തുവര ഉമ്മ പറിച്ചു ഉച്ചക്കേക്കുള്ള ചോറിന് വേണ്ടിയിട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് കണക്കായിട്ടുള്ള അത്രയും ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ അതങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറിച്ചിട്ട് ഉണ്ടാക്കാറുമുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുലുക്കി കഴുകി എടുത്തിട്ടുണ്ട്. എന്താ പറയുക, അതിൻ്റെ ആ ഒരു പൊടിയും അഴുക്കും ഒക്കെ പോകാനായിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുലുക്കിയിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഈ അടിയിൽ വരുന്ന വലിയ തണ്ട് അരിഞ്ഞങ്ങ് കളഞ്ഞേക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചീരയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ നുറുക്കി അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മുറിച്ചെടുത്ത തുവര ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷമാണ് നമ്മൾ വറവിടുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു സവാള നിറമയായിട്ട് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നീളത്തിലോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടോ ഇട്ട് കൊടുത്താൽ മതി. കുറേ വേണമെന്നില്ല, ഒരു മീഡിയം സൈസിലുള്ള സവാള മതിയാവും. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ഒരു പിടിയോളം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചേർത്താൽ മതി, ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്നങ്ങ് മിക്സാക്കി കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി എടുക്കണം. അപ്പം എല്ലാം എല്ലാത്തിലും അങ്ങ് പിടിച്ച് കിട്ടുമ്പം ഇത് വറുത്തെടുക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാനിപ്പം എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടുക് തൂമിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പം 2 ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സാദാ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി മൂപ്പിച്ച് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സാക്കിയിട്ടുള്ള തുവര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് നമ്മൾ സാധാരണ ഇനി വറവെങ്ങനെയാണോ തോരൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് വറുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയം എല്ലാവർക്കും അറിയാമല്ലോ, ഏകദേശം ഒരു 5-8 മിനിറ്റ് ആയിരിക്കും മാക്സിമം വേണ്ടുള്ളൂ. അപ്പം ഇതെല്ലാം ഇപ്പം ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈർപ്പം ഇറങ്ങിയിട്ട് അങ്ങ് നന്നായിട്ട് വെന്തോളും. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്നങ്ങ് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും, പിന്നെ എല്ലാം നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടുകയില്ല. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തോരൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനിടയ്ക്ക് ഒരു 2-3 തവണ ഇങ്ങനെ തുറന്നിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണിത്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും ശരിക്കും പറഞ്ഞാൽ തിന്നാനായിട്ട്. അപ്പം നിങ്ങൾക്കിത് വേറെന്തെങ്കിലും പേരറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിവിടെ തുവര എന്നാണ് പറയുക. അങ്ങനെ ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയത് കൂട്ടുകറിയാണ്. അപ്പം കൂട്ടുകറിയും ഈ തോരനും ഒക്കെ ആയപ്പം എനിക്ക് പൊതിച്ചോറ് തിന്നാനൊരാഗ്രഹം. ഇതിനു മുമ്പ് ഞാനൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. കൂട്ടുകറിയുണ്ട്, പിന്നെ ഒരു ഓംലെറ്റും കുറച്ച് ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വാട്ടിയെടുത്ത വാഴയിലൊക്കെ ഒരു പേപ്പറിൽ വെച്ചിട്ട് ചോറും ഈ ഒരു തോരനും പിന്നെ കൂട്ടുകറിയും ചമ്മന്തിയും ഓംലെറ്റും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പോകുമ്പോഴും അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ പോകുമ്പോഴൊന്നും ഇതുപോലെ കഴിക്കാത്തത് കൊണ്ടായിരിക്കും ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇടക്കിടയ്ക്കുള്ള ഡിഷസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ പൊതിച്ചോറ് ഉണ്ടാക്കി തിന്നുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടൊരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് കറികളുടെ ആവശ്യമില്ല. ഒഴിച്ചു കൂട്ടാനായിട്ട് പ്രത്യേകിച്ചൊരു കറി വേണമെന്നില്ലല്ലോ. അങ്ങനെ നല്ല അടിപൊളി പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിന്ന് നോക്കാം. അപ്പം എല്ലാം കൂടെ ഈ ചോറിലങ്ങ് പിറക്കി തിന്നുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഭയങ്കര ടേസ്റ്റുമാണ്, അതിന് പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ചമ്മന്തീൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോസ് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, എല്ലാവരും കാണണം കേട്ടോ. അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം 4-5 മണിയൊക്കെ ആയി. എന്തായാലും വൈകുന്നേരം ചായേൻ്റെ സമയമായി. ചായേൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കടി ഇല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ചായ കുടിക്കുന്നത് ഒരു രസം കിട്ടാത്ത പോലെ, ഒരു ബാഡ് ഹാബിറ്റാണത്.
ഡെയിലി ചായൻ്റെ കടി നിർബന്ധമാക്കിയ പോലെ ആയിപ്പോവും. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ചായക്കടി എന്ന് പറയുന്നത് നൂഡിൽസ് ഉണ്ട്. അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നൂഡിൽസ് നമുക്ക് പല ടൈപ്പിലും ഉണ്ടാക്കാം. ഇതേപോലെ വേവിച്ചെടുത്തിട്ട് അതിൽ തന്നെ കുറച്ച് ഉപ്പും ആ ഒരു മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നൂഡിൽസിൻ്റെ തന്നെ മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പം എനിക്കത്ര വലിയ ടേസ്റ്റ് അത് തോന്നാറില്ല. ഞാൻ എന്തായാലും എണ്ണയിലിട്ട് മാളിച്ചിട്ടൊക്കെയാണ് നൂഡിൽസ് പൊതുവേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഐറ്റംസ് ഒന്നുമില്ല. എന്നാൽ ആദ്യം ഞാൻ നൂഡിൽസ് വേറെ തന്നെ ഒന്നങ്ങ് വേവിച്ചെടുത്തു. നല്ല തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ഇട്ട് കൊടുത്തിട്ട് നൂഡിൽസ് ഞാൻ അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിലി പാക്കറ്റാണ് ഞാനിപ്പോൾ എടുത്തത്. ഇനി ഈ നൂഡിൽസ് ഒന്നങ്ങ് വെന്ത് വരണം. അപ്പം നൂഡിൽസ് പൊതുവേ കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കരുത്. ബാക്കി നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുമ്പോഴേക്കും അങ്ങനെ വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊരു 80% വെന്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വെള്ളം വാർത്തിയെടുക്കണം. ഒരു അരിപ്പയിലേക്ക് അങ്ങിട്ടിട്ട് വെള്ളം വാർത്താനായിട്ട് വെക്കാം. ഇങ്ങനെ കുറഞ്ഞത് ഒരു 5 മിനിറ്റോളം മതിയാവും നൂഡിൽസ് വേവിച്ചെടുക്കാൻ. അപ്പം ഞാനിപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് വെള്ളം ഊറ്റാനായിട്ട് വെക്കാം. ഇനി നമുക്ക് നൂഡിൽസ് ഒന്ന് മസാലയിൽ മിക്സാക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായി വന്നപ്പം ഒരു അരമുറിയോളം സവാളയും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഒന്ന് വാളി വരുമ്പോഴേക്കും, സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആ നൂഡിൽസിൽ തന്നെയുള്ള മസാലയും ഒരു 2 പാക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു ഫാമിലി പാക്കറ്റാണ് ഞാൻ എടുക്കുന്നതെങ്കിലും മുഴുവൻ പാക്കറ്റും പൊടിയും ഞാൻ ഇട്ട് കൊടുക്കലില്ല. 2 മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നൂഡിൽസിൻ്റെ ആ ഒരു മസാല 2 പാക്കറ്റും അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പം സോസസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ്, അതുപോലെ സോയ സോസ്, ചില്ലി ഗാർലിക് സോസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം സോസ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതൊന്നും ഇപ്പോൾ ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കുന്നത്. പിന്നെ ആ പൊടികളൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നപ്പം അതിലേക്ക് നമുക്ക് വേവിച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. നൂഡിൽസിലേക്ക് ആ ഒരു മസാലയൊക്കെ നന്നായി പിടിച്ച് വരുന്നത് വരെ ഒന്നെല്ലാം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഉണ്ടാക്കിയൊരു സോസാണ്, ഒരു മലേഷ്യൻ സോസാണ്. അപ്പോൾ അതൊരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ കുറേ മുമ്പേ ഉണ്ടാക്കി വെച്ചതാണ്. അത് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എഡിറ്റിങ്ങിൻ്റെ കുറച്ചൊരു ടൈമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഈസിയാണ്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ വേണ്ടുള്ളൂ. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള പിസ്സ അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. എല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പ്രോൺസ് പൊരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, ചിക്കൻ പൊരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിതിന് മുമ്പ് മക്രോണി ഉണ്ടാക്കിയില്ല, അതുപോലെ. അപ്പം ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങളിത് എത്തിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം പുതിയ റെസിപ്പീസുമായി നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. സ്റ്റേ ട്യൂൺ ടു മൈമൂൺസ് കിച്ചൻ. താങ്ക് യു.